ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏഴാമത്തെ നോമ്പിനുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇത് എങ്ങോട്ടായി പോണതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ മഞ്ചേരി പോവാണ് കേട്ടോ. ഞങ്ങൾ കോഴിക്കോടാണ് ഉള്ളത്. എൻ്റെ വീടാണ് മഞ്ചേരി. അങ്ങോട്ടേക്ക് പോവാണ്. ഹസ്ബൻഡ് കൊണ്ടാക്കി തരാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നു. ഭയങ്കര എന്താ പറയുക, ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ എന്താ പറയുക, എനിക്ക് ഇടയ്ക്ക് പനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പനി കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ക്ഷീണം വരും കേട്ടോ. പിന്നെ ചൂടൊക്കെ കാരണമാണ് തോന്നുന്നു, എന്താണെന്നറിയില്ല. പിന്നെ വെള്ളം കൂടിയൊക്കെ കുറവല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും, എന്താണെന്നറിയില്ല. ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ സുജിക്കാണെങ്കിൽ ഈ ഒരു ശനി ഞായറത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ സുജിക്കാണെങ്കിലും അങ്ങനെ കൊച്ചിയിലൊക്കെ ആയിട്ട് ചില മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങോട്ടേക്ക് പോകണം. അപ്പം ഞാൻ വീട്ടിലൊറ്റയ്ക്ക് ആവില്ല എന്നുള്ള ഒരു ടെൻഷൻ കേട്ടോ സുജിക്ക്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ സുജി പറഞ്ഞു, എന്താ പറയുക, ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കേണ്ട, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 6ാമത്തെ നോമ്പിൽ, അതായത് ഇന്നലത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ വയ്യായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി. സുജി തിരിച്ചു പോയിട്ടുണ്ട്. സുജിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ വേറെ വണ്ടിയിൽ. അപ്പോൾ അങ്ങനെ സുജി തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 9-9:30 ആയപ്പോൾ, ഞാനൊരു 8 മണി 8:15 ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 9-9:30 ആയപ്പോൾ കാക്ക ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിലുവിന് അങ്ങനെ ആര് പുറത്ത് പോവുകയാണെങ്കിലും ഒന്ന് വണ്ടിയിൽ അങ്ങോട്ട് കയറി ഇരുന്നിട്ട് എന്താ പറയുക, അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷെ വലിയ വാശിയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലെ അവനോട് വലിയ വാശി പിടിക്കൊന്നുമില്ല. പക്ഷെ എല്ലാവരും വണ്ടിയിലും അവന് കയറണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവൻ്റെ ഓരോ കുസൃതികൾ. അത് കഴിഞ്ഞിട്ട് ഇത് 7-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. മാർച്ച് 7-ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനും താത്തയും ജസ്റ്റ് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ജസ്റ്റ് അവനിങ്ങനെ ഒരു ഫണ്ണായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയ കുറേ ബിൽഡിംഗ് ബ്ലോക്സൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങിക്കൊടുക്കുമ്പോഴേ ഒന്നായിട്ട് അങ്ങോട്ട് വെതറിയിടും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നോക്കിയപ്പോൾ ഓന് ABCD ഒക്കെ ഇങ്ങനെ പഠിക്കുകയും ചെയ്യുക, ഷേപ്പൊക്കെ പഠിക്കുകയും ചെയ്യുക. ഇന്ന് ചെറിയൊരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഒന്നായിട്ട് മെസ്സായി കിടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കൊടുത്ത സാധനമാണ് കേട്ടത്. ഒരു ചെറിയൊരു ഗിഫ്റ്റ്. പിന്നെ താത്ത അവന് ഡ്രസ്സാണ് കേട്ടോ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ബർത്ത്ഡേക്ക്. പിന്നെ അപ്പോൾ മക്കളൊക്കെ വെച്ചിട്ടും എന്താ പറയുക, എൻ്റെ മൂത്ത മോനാണ് കേട്ടോ, അവനെ കളിപ്പിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ പറ്റിക്കാൻ കേട്ടോ, അവനതും കൊണ്ട് വാതിലടിച്ച് പോവാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കായിരുന്നു. അപ്പോൾ അവനിങ്ങനെ സങ്കടപ്പെട്ടു. അപ്പോൾ പിന്നെ വാതിൽ തുറന്ന് വന്നപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ അതങ്ങനെയൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് കേട്ടോ. തലേന്ന് രാത്രി ഒരു 9 മണി 10 മണി ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഡിസൈഡ് ചെയ്തത്. കാരണം വയ്യാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ വന്നതുകൊണ്ട് തന്നെ ഇനി അടുത്ത ശനി ഞായറും എനിക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നോമ്പ് തുറ പ്ലാൻ ആക്കിയിട്ടോ പെട്ടെന്ന്. താത്തയും മക്കളും അളിയാക്കി എല്ലാവരും വന്നിട്ട് അങ്ങനെ നോമ്പ് തുറക്കാമെന്നുള്ളൊരു പ്ലാനായിട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആക്കാമെന്നുള്ള പ്ലാനും ഇല്ല. പിന്നെ മാത്രമല്ല, ഉമ്മാക്കൊന്നും വയ്യാത്തല്ലേ, എത്ര ആയാലും വീട്ടിലാകുമ്പോൾ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആക്കാം, എല്ലാവരും കൂടി പുറത്ത് പോയിട്ട് ഇഫ്താർ ആക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കാക്കാക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നുകിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ നോമ്പ് തുറ വെക്കാൻ പറ്റുള്ളൂ. അവൻ ആ കറക്റ്റ് ടൈമിന് ഈ ഒരു 2 ദിവസങ്ങളിലൊക്കെ കേട്ടോ എൻ്റെ എന്താ പറയുക കോളേജിൽ നിന്ന് വരാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ശനി ഞായറും ഇതേപോലെ എനിക്ക് വരാൻ പറ്റുമോ എന്നുള്ളതും എല്ലാവർക്കും, അതായത് ഇപ്പോൾ താത്താക്കാണെങ്കിലും കാക്കാക്കാണെങ്കിലും ഒക്കെ ഇതേപോലെ ഒരു ഒഴിവുണ്ടാവുക ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ എല്ലാവരും ഓക്കെ ഇപ്രാവശ്യം ആക്കുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആണ് കേട്ടോ ഇപ്രാവശ്യത്തെ നോമ്പ് തുറ. അങ്ങനെ പെട്ടെന്നാക്കിയോണ്ട് തന്നെ താത്തത ഒരു 6-6:15 ആയിട്ടുണ്ട് കേട്ടോ വരാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് ഹണി, അതായത് താത്താൻ്റെ മൂത്ത മോള് വീട്ടിലേക്ക് അതായത് താത്താൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു ഡിസിഷനാണല്ലോ. അപ്പോൾ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാനും കാര്യങ്ങളായിട്ട് താത്താക്ക് ഇച്ചിരി ലേറ്റ് ആയതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഉള്ള ഒരു എന്താ പറയുക, വീട്ടിൽ നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് ഒരു ഫീലാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി എത്തിയാണ്. ഇപ്പോൾ രണ്ടാളും ഭയങ്കര സന്തോഷത്തിലുണ്ടാവും. ഉമ്മയും മോളും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇത് താത്താക്ക് കുറേ മുമ്പുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് ഇടാൻ പറ്റാണ്ട് എടുത്ത് വെച്ച് നടന്നതായിരുന്നു. ഇപ്പോൾ അത് നല്ല വൃത്തിക്ക് കൊണ്ടു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് അവളെ മുഖത്ത്. ഹണിൻ്റെ മുഖത്തുള്ള സന്തോഷം എന്ന് വെച്ചാൽ അവൾ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ താത്ത തയ്ച്ച് കൊടുത്തത് തന്നെയാണ്. പുതിയ ഡ്രസ്സ് കൊടുത്താൽ എന്തായാലും സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് രണ്ടാളും ഭയങ്കര പൊലിവിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഐറൂസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞങ്ങളെപ്പോൾ കൂടിയാലും ഞങ്ങൾക്ക് പെരുന്നാളാണ് കേട്ടോ. അങ്ങനെ ഇന്ന ദിവസം പെരുന്നാളെന്നൊന്നും ഞങ്ങളെ ഫാമിലിയിലില്ല. ഞങ്ങളെല്ലാവരും എപ്പോൾ കൂടിയാലും ഞങ്ങൾക്ക് പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ലേറ്റായിട്ടോ 6:15 ആകുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 6-6:15 ആയപ്പോഴാണ് താത്ത എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പക്ഷേ ഇത് കുറേ ദൂരത്തുനിന്നല്ല കേട്ടോ, ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് ഞങ്ങൾ ഹോട്ടലുള്ളത്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ കുറച്ച് ചുറ്റി പോകണമല്ലോ. പിന്നെ നടന്ന് പോവുകയാണെങ്കിലും അങ്ങനെ പോകുമ്പോൾ കുറച്ചധികം നടക്കാനും ഉണ്ട്. അപ്പോൾ മക്കളെ കൊണ്ടൊക്കെ എന്താ പറയുക നടന്ന് പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കാർ എടുക്കുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കാർ എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫർസ ഹോട്ടലിലാണ് കേട്ടോ. ഞങ്ങൾ അധികം എന്താ പറയുക, അങ്ങനെ ഇഫ്താർ എന്നല്ല, ഞങ്ങളൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിലൊക്കെ അധികം ഫർസ ഹോട്ടലിലേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക ഓരോ സ്ഥലത്ത് പാർക്ക് ചെയ്ത് അത്രയും തിരക്കായിരുന്നു കേട്ടോ. ഞാനും വിചാരിച്ചു അപ്പോൾ ആരും വീട്ടിലൊന്നും ഫുഡ് ഉണ്ടാക്കുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട്, ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും ആണോ എന്ന് വിചാരിച്ചിട്ട് അത്രയും ആൾക്കാർ എന്താ പറയുക അവിടെ ഉണ്ടായിരുന്നു, ഫർസ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു വെച്ചാൽ അത്ര ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ട് പുറത്തൊക്കെ സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞങ്ങൾ ഇത് ബുക്ക് ചെയ്യണം കേട്ടോ, ഇങ്ങോട്ടേക്ക് വന്നിട്ട്, അല്ലാതെ വന്നിട്ട് സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ അവർ പുറത്ത് സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ അത്രയും ഭംഗി കണ്ടപ്പോൾ വാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത്ര 13 പേരൊക്കെ ഉള്ളതുകൊണ്ട് വലിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉള്ളിൽ സെറ്റാക്കി തന്നു കേട്ടോ. ആദ്യം ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ എന്താ പറയുക, എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്താ പറയുക, താത്ത ഞാനും മരിച്ച് ഫോട്ടോ വീഡിയോയും ഷോർട്സിനുള്ളതും ഒക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നീനുട്ടിക്കും അണിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ ചാനൽ. ഒരങ്ങനെ എന്താ പറയുക, അങ്ങനെ ഷോർട്സ് പോലെ ഇങ്ങനെ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് അവരും ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ് കേട്ടോ. ഉപ്പയും ഉമ്മയും എന്താ പറയുക എല്ലാവരും, നമ്മളെല്ലാവരും ഇങ്ങനെ ഹാപ്പിയിലിരിക്കുമ്പോൾ എന്താ പറയുക ഒരു രസമല്ലേ അല്ലേ. അപ്പം അങ്ങനെ ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് വന്നു എന്നല്ലാണ്ട് ഒരു പൊട്ടത്തിയാളെ പോലെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. താത്ത പിന്നെയും കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ നോക്കി കണ്ട് ആസ്വദിച്ച് കണ്ട് നേരെ ഈ റൂമിലോട്ടങ്ങോട്ട് പോകുന്നു എന്തായാലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയാൽ പിന്നെ ഒരു ബോധമില്ല വീഡിയോ എടുക്കണം എന്നുള്ളതോ അങ്ങനത്തെ ഒന്നും ഒരു ബോധം തന്നെ ഇല്ല എന്ന് വേണം പറയാൻ കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അക്ഷരം കേൾക്കില്ല കേട്ടോ. പിന്നെ അവർ വന്ന് പറഞ്ഞു ബാങ്ക് കൊടുത്തു, ഫുഡ് കഴിച്ചോളി എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ പൊളിക്കുന്നുള്ളൂ കേട്ടോ. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 കാരക്ക ഉണ്ട്, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ആപ്പിള് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാരക്ക എടുത്ത് കഴിച്ച്. അപ്പോൾ എല്ലാവരും കഴിക്കണമുണ്ട്. താത്ത കണ്ടില്ല, ആദ്യം ഇച്ചിരി വേഗം കഴിച്ചിട്ട് പിന്നെ വേഗം എന്താ പറയുക വീഡിയോ എടുക്കുന്നുണ്ട്. അവളെ മടിയിൽ എന്താ പറയുക ആദ്യം ഐറു ആയിരുന്നു കേട്ടോ.
പിന്നെ അതായത് താത്തന് മൂത്ത മോളെ മോന് ഐറുമായിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, എൻ്റെ കാക്കയും അവളും എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിലൂനെ അവളെ മടിയിൽ ഇരുത്തി ഐറു കാക്കാൻ്റെ മടിയിലും ആയിട്ട് അങ്ങനെയൊക്കെ. ഇതാ കട്ട് ഫ്രൂട്ട്സിൽ ആപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ, പിന്നെ എന്താ പറയുക പൈനാപ്പിൾ, മുന്തിരി അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ മറ്റതിൽ 2 കാരക്ക, ഉന്നക്കായ, കട്ട്ലേറ്റ്, സമൂസ, അത്ര ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, ലൈം ജ്യൂസ് ഉണ്ട്, പിന്നെ തരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. എനിക്ക് തരി അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ലൈം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നല്ല പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാണല്ലോ, പിന്നെ അടിപൊളി ആവാണ്ടിരിക്കില്ലല്ലോ അത്ര പഞ്ചസാര ഇട്ടാൽ. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു, അത് ഫ്രഷ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ എന്താ പറയുക മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല കുടിക്കാൻ. പക്ഷെ അന്നേരം നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ അതൊന്നും കുടിച്ചില്ല കേട്ടോ. ലൈം ജ്യൂസിൽ അങ്ങോട്ട് ഹാങ്ങായി. പിന്നെ വാട്ടർമെലൺ ജ്യൂസൊക്കെ ബാക്കിയുള്ളതൊക്കെ വീട്ടിലേക്ക് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക വിശപ്പിൻ്റെ അത്ര നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വേസ്റ്റ് ആക്കില്ല, എല്ലാം വീട്ടിലേക്ക് എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വിശക്കുമല്ലോ. വീട്ടിലെത്തി നമ്മളൊരു 7-8 മണിയാകുമ്പോൾ എന്തായാലും വീട്ടിലെത്തും. പിന്നെ നമ്മൾ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്കൊരു 9 മണി 10 മണി ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് വിശക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അവിടെ വേസ്റ്റ് ആക്കിയിട്ടും വന്നിട്ടൊന്നുമില്ല, എല്ലാം വീട്ടിലേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. പിന്നെ എന്താ പറയുക പൊറോട്ട ഉണ്ടായിരുന്നു, ഒരു കറിയും പറഞ്ഞു, ഫ്രൈയും പറഞ്ഞു കേട്ടോ. ഓവറൊന്നും പറഞ്ഞില്ല, കാരണം ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആ ഒരു ടൈമിൽ എല്ലാം കൂടി നമുക്ക് കഴിക്കാൻ കഴിയില്ല എന്നറിയാം. അതുകൊണ്ട് പിന്നെ ഒന്നും അങ്ങോട്ട് ഓവറാക്കിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഫ്രൂട്ട്സും കുറച്ചൊക്കെ എല്ലാവരിലും ഇങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മെജോറിറ്റി എല്ലാ ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ചോറൊന്നും അധികം ഇറങ്ങിയില്ല, കുറച്ച് ചോറ് കഴിച്ചു. പിന്നെ എല്ലാവരും നല്ല കറി, നല്ല പൊറോട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊറോട്ട കഴിക്കാൻ വേണ്ടി ഒരു കുഞ്ഞി കഷ്ണം എടുത്തു. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ വയറ് മുട്ടിയിട്ട്. അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇതൊക്കെ ആക്കാൻ്റെ മേലിൽ കണ്ടോ ഫുൾ അടയാളം കണ്ടോ, ഫുഡ് കഴിച്ചിട്ട് അത് ഐറു ആക്കിയതാണ് കേട്ടോ. ഐറു കുറച്ച് നേരമൊന്നും അവൻ്റെ ഒപ്പം ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മേലിൽ ഫുൾ ഐറു ആക്കിയ ഇതാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ നീനൂട്ടിൻ്റെ ഹണീൻ്റെ നടുക്ക് കയറി ഇരുന്നിട്ട് കേട്ടോ. അവരെന്തോ ഒരുമിച്ചിരുന്ന് ഭയങ്കര സ്വകാര്യം പറച്ചിലായിരുന്നു. അത് എനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പിന്നെ ഞാൻ അവരെ നടുക്ക് കയറി നിന്നിട്ട് അവരെ കുറച്ച് എന്താ പറയുക ഇടങ്ങാറാക്കിയപ്പോൾ എനിക്കൊരു മനസ്സുഖം. അങ്ങനെ വേണ്ടേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് നടന്നു കേട്ടോ. അപ്പോൾ 3 മക്കൾ എൻ്റെ വണ്ടിയിലാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അതിന് മുമ്പ് അവിടെ നിന്നാണ്ട് ഭയങ്കര ഡാൻസും ഇതിനെന്താ പറയുക ഇതൊക്കെ കളിയായിരുന്നു കേട്ടോ. അടങ്ങിയിരിക്കണം എന്നല്ലായിരുന്നു. അങ്ങനെ ഇതാ കഴിഞ്ഞ് ഒരു വിധത്തിൽ 3 കാറിലൊക്കെ കയറ്റി വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയിട്ട് എല്ലാവരും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ TV ഒന്നും ആരും ഇറങ്ങാൻ നേരത്തെ ഓഫാക്കിയിട്ടൊന്നുമില്ല. എന്തായാലേ എന്താ പറയുക ഭയങ്കര പൈസക്കാരായിട്ട് ആരും അതൊന്നും ഓഫാക്കാണ്ട് കറണ്ടിനൊന്നും ഒരു മൂല്യം കൊടുക്കുന്നില്ല അല്ലേ. അതൊക്കെ ഓണാക്കിയിട്ടാണ് വന്നത്. ഒന്നാമത് അതല്ല കേട്ടോ, പെട്ടെന്ന് ഇറങ്ങിയതായിരുന്നു. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. താത്ത വന്നപ്പോൾ തന്നെ 6:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടിക്ക് പാലൊക്കെ ഉണ്ടാക്കി ഒന്ന് അങ്ങോട്ട് കയറി ഇറങ്ങിയപ്പോൾ 6:30 ആയിട്ടുണ്ടല്ലോ. പിന്നെ വേഗം അവിടെ എത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ TV ഒന്നാമത് വോളിയം കുറച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞില്ല TV അവിടെ ഓടുന്നുണ്ട് എന്നുള്ളത്. ആ തിരക്കിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങൾ പ്രിയപ്പെട്ട റൂമിലെത്തിയിട്ടുണ്ട്. എല്ലാവരും പ്രിയപ്പെട്ട റൂമാണിട്ടത്. ഒന്നാമത് എന്താ വെച്ചാൽ 2 കട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് കിടന്ന് വർത്താനമൊക്കെ പറയാൻ പറ്റിയൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഈ 3 വന്നിട്ട് ഭയങ്കര പാട്ട് കേട്ടോ. പക്ഷേ ഐറോനും നിലുനും ഒക്കെ സന്തോഷമായിട്ടോ. ഇവരിങ്ങനെ 3 ആളും ഉറക്കെ പാട്ട് പാടുമ്പോൾ ഞങ്ങളും എന്താ പറയുക ഇവർക്ക് ഭയങ്കര പ്രോത്സാഹനം കൊടുക്കില്ല. അതേപോലെ തന്നെ
ഇവർ രണ്ടുപേരും നീലും ആയിറും രണ്ടാളും ഭയങ്കര പ്രോത്സാഹനമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവർ പാട്ടങ്ങോട്ട് പാടി നിർത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ കൈ കൈ ക്ലാപ്പ് ചെയ്യൂലേ, അപ്പോൾ ആ ക്ലാപ്പ് ചെയ്തപ്പോൾ എന്താ പറയുക, ആയിരു ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മക്കളും നമ്മൾ സന്തോഷത്തിൽ അതേമാതിരി ഇതാവുമ്പോൾ നമുക്ക് ഓരോ മൊമെൻറ്റ്സും നമ്മൾ ഭയങ്കര എന്താ പറയുക മറക്കാനാവാത്തതാണല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക വീഡിയോ എടുക്കണമെന്ന് നമ്മൾക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്ക് എല്ലാവരും വീണ്ടും തീറ്റ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അളയാക്ക തറാവി കഴിഞ്ഞ് വരുമ്പോൾ കുടിക്കാനെന്ന് പറഞ്ഞിട്ട് ചീരാക്കഞ്ഞി ഉണ്ടാക്കിയതാണ്. ചീരാക്കഞ്ഞി എന്നാണ് ഞങ്ങൾ പറയുക, എന്താണ് ജീരകക്കഞ്ഞിന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിന് പറയാൻ, എനിക്ക് അറിയില്ല കേട്ടോ. അത് ജീരകക്കഞ്ഞി ആയിരിക്കും. അപ്പോൾ എന്തായാലും അതെല്ലാവരും ഇച്ചിരി ഇച്ചിരി കുടിക്കുന്നുണ്ട്. എനിക്ക് കഞ്ഞി ചോറ് ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സാധനമായതുകൊണ്ട് ഞാനും ഇരുന്ന് കഴിക്കുന്നു കേട്ടോ. എന്താവുമോ എന്തോ വെയിറ്റ്. ഞാനിപ്പോൾ എണ്ണക്കടികളായാലും ജ്യൂസായാലും ചോറായാലും ഒക്കെ ഞാൻ ഇരുന്ന് നല്ല തട്ടുണ്ട്. അറിയില്ല എന്താവും എന്നുള്ളത്. ഇനി ഒരു പിടുത്ത ഈ എന്താ പറയുക നോമ്പ് തുറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് എന്നെ കൺട്രോൾ ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല എല്ലാം ഇങ്ങനെ കാണുമ്പോഴേ. അപ്പം ഇതാ ഹണിയും പിന്നെ ഹസ്ബൻഡും അൻസാർ 2 ദിവസം മുമ്പ് 2 ദിവസത്തേക്ക് ഇങ്ങനെ ഡൽഹിയിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവന് സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. അവളെ ഡൽഹിയിൽ കൊണ്ടുപോയി താജ്മഹലും കുത്തബ് മിനാറും കുറേ സ്ഥലങ്ങൾ അവർ കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയുക സ്വീറ്റ്സും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക പൊളിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാനും ഒരു പേട പോലത്തെ ഒരു ചെറിയ പീസ് കഴിച്ചിട്ടോ. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മനസ്സ് കുത്തി, ഞാൻ എന്തൊക്കെയാണ് പഠിച്ചവനെ കഴിക്കണതെന്നുള്ളത്. അപ്പോൾ കുറച്ച് ഒക്കെ കഴിച്ചു. അവൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്താൽ ഫോളോവേഴ്സ് കൂടുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിക്കണതാണ് കേട്ടോ. അപ്പോൾ അതും അവിടെ കിടക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. പിന്നെ താത്തയും മക്കളൊക്കെ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ആളെയൊക്കെ തറാവി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ഇവിടെ നിൽക്കുന്നത് എന്താ വെച്ചാൽ അൻസാർ ഉള്ളതുകൊണ്ടാണ്. അൻസാർ എന്നാൽ മൂത്ത മോളെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ഓന് ഇങ്ങനെ നിന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഹണി അവൻ്റെ വീട്ടിലേക്കല്ല കേട്ടോ പോണത്. അപ്പോൾ താത്താൻ്റെ അടുത്തേക്ക് 2 ദിവസം നിൽക്കാൻ വന്നതല്ലേ. അപ്പോൾ ഓൻ പോകാനൊക്കെ ആകുമ്പോൾ താത്തയും കൂടെ ഇറങ്ങാന്നുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പോവാനുള്ളതിൻ്റെ ഫസ്റ്റ് ഘട്ടമാണ് കേട്ടോ. അതായത് പോവാ ഇറങ്ങണം നോക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇതൊരു ഫസ്റ്റ് ഘട്ടമാണ്. പിന്നെ ഒരു എന്താ പറയുക ഒരു 3-4 ഘട്ടമുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടമാണിത്. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഉമ്മ തരുന്നതും കൊടുക്കുന്നതിൻ്റെയും ആണ് ഒരു 2ാമത്തെ ഘട്ടം. അതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയിറുവിനോട് കുറേ ചോദിച്ചു ഞാൻ. എപ്പോഴും ഇതാക്കിയാലും അവന് ഉമ്മ തരും കേട്ടോ. ഇപ്പോൾ എന്താ പോകാനോ എന്തോ ഉള്ള അവന് ഇതായതുകൊണ്ടാവും ഉമ്മ തന്നില്ല. പിന്നെ എൻ്റെ ഉമ്മ ചോദിച്ചപ്പോൾ കൊടുത്തു. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ 2ാമത്തെ ഘട്ടം കഴിഞ്ഞ് മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് 3ാമത്തെ ഘട്ടം. മുറ്റത്തെത്തിയിട്ടുള്ള സംസാരവും കാര്യങ്ങളും കൊഞ്ചിക്കലും കുഴപ്പിക്കലും ഒക്കെയാണ് 3ാമത്തെ ഘട്ടം. അതിലാണുള്ളത് കേട്ടോ. എല്ലാവരും ഞാൻ പോവാണല്ലേ, പോവാണല്ലേ, ഇറങ്ങിയില്ലേ, ഇനിയിപ്പോൾ കാറ് കയറാല്ലേ. ഇതാണ് ഒരു 3ാമത്തെ ഘട്ടം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ ഘട്ടം പതുക്കെ എന്താ പറയുക എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഒരു ലാസ്റ്റ് ഘട്ടം ഉമ്മ. ഒരു ഉമ്മയും കൂടി കഴിഞ്ഞാലൊക്കെയാണ് വണ്ടി അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അളയാക്കാക്ക് എന്താ പറയുക ഭയങ്കര ക്ഷീണം വരും കേട്ടോ. അങ്ങനെ എന്താ പറയുക രാത്രിക്കാകുമ്പോൾ നേരത്തെ കിടന്നുറങ്ങണ മനുഷ്യനല്ലേ. അപ്പോൾ തറാവി കഴിഞ്ഞ് വന്നാണ് നേരെ അങ്ങോട്ട് ഉറങ്ങാറാണ്. കാരണം പിന്നെ പുലർച്ചെ എണീക്കും വേണ്ടേ, പിന്നെ അങ്ങോട്ട് ഉറങ്ങൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം വരും. അപ്പോൾ വേഗം പോകാം എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 4ാമത്തെ ഘട്ടം ഇപ്പോഴും അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് കഴിഞ്ഞത്. വണ്ടി അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത്. അപ്പം എന്താ പറയുക ഹണീൻ്റെ അൻസാർ വണ്ടി പുറകോട്ടേക്ക് എടുത്താലേ ആളേക്കൊക്കെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഓന് വണ്ടി മാറ്റി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ താത്തയും മക്കളൊക്കെ പോയിട്ടോ. പിന്നെ വീടൊഴിഞ്ഞു. പിന്നെ ഞാനും കാക്കയും ഉമ്മയും നീലൊക്കെ ഉള്ളൂ. അപ്പോൾ അപ്പോൾ അൻസാറും പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നിലുവിന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അവന് വണ്ടി കയറണം നിർബന്ധമാണ്. അപ്പോൾ എന്താ പറയുക, രാത്രി ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, അവന് എങ്ങോട്ടേ പോയാൽ മതി എന്നുള്ളൊരു ഫീല് വന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവന് വണ്ടി തിരിച്ചിട്ടും അങ്ങനെ വാശി പിടിക്കാനൊന്നും ഉണ്ടാവലില്ല. പക്ഷേ ഇതാ വണ്ടി തിരിച്ചിട്ട് ഓന വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കാക്ക ഓനെ ഒരുവിധം പറഞ്ഞ് എന്താ പറയുക, പിടിച്ചെടുത്ത് കരഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പിടിച്ചെടുത്ത് കൊടുന്നതാണ്. അപ്പോൾ അതിൽ കണ്ടോ എൻ്റെ ചെറിയ മോനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഇറങ്ങി ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ലാസ്റ്റ് അങ്ങോട്ട് ഗേറ്റ് അടച്ചു. നാളെ താത്താൻ്റെ വീട്ടിൽ നോമ്പത്തോടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ ബൈ.